കച്ചവടം ലാഭത്തിലാകണം, നല്ല ലാഭം കിട്ടണോ കച്ചവടത്തിൽ? ഒരു മാർഗമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കച്ചവടം വലിയ ലാഭത്തിലെത്താൻ ഒരു ആത്മീയമായ മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്, കച്ചവടം തുടങ്ങി വേണ്ടത്ര ലാഭം കിട്ടണില്ല, ഇപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല, പൂട്ടാൻ നിൽക്കുകയാണ്. നിങ്ങൾ ഇതൊന്നും ചെയ്യൂ. ഈ അമല് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന 3 സൂറത്തുകളെ നിങ്ങൾ പാരായണം ചെയ്യുക. ഒന്നാമത്തെ സൂറത്തു ശുഅറ എന്ന് പറയുന്ന സൂറത്താണ്. ഈ സൂറത്ത് നിങ്ങൾ ഓതാൻ പറ്റിയൊരു സമയം ഏതാണെന്ന് ചോദിച്ചാൽ, സുബഹിക്ക് ശേഷമുള്ള സമയമുണ്ടല്ലോ, അതായത് കച്ചവടക്കാരൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന സമയം അതാണ്. പിന്നെ കട തുറക്കുന്നതിന് മുൻപുള്ള സമയമാണ്. അപ്പോൾ ഈ സൂറത്തു ശുഅറ ഒരട്ടം ഓതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫത്ഹ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ചെറിയ സൂറത്താണ്, വലിയ സൂറത്തൊന്നുമല്ല. സൂറത്തുൽ ഫത്ഹ. ഈ സൂറത്തുൽ ഫത്ഹ നിങ്ങൾ ഒരു വട്ടം ഓതിയാൽ പോലെ 3 വട്ടം ഓതണം. എത്ര? 3 തവണ ഓതണം. പിന്നെ സൂറത്തുൽ ഫത്ഹ നിങ്ങൾ ഓതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സൂറത്തുൽ നസ്ർ ഓതുക. സൂറത്തുൽ നസ്ർ വലിയ സഹായം ഉണ്ടാകുന്ന സൂറത്താണ്. സൂറത്തുൽ ഫത്ഹ എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ്, നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം എന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് വലിയ വിജയം നമുക്കുണ്ടാകും. നിങ്ങൾ മനസ്സറിഞ്ഞ് ഇത് ഓതിയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ നമ്മളോട് കൂടെയുള്ള ജോലിക്കാരെ കൊണ്ട് കൂടി ഓദിച്ചാൽ അവർക്ക് ആ കച്ചവടത്തോട് വലിയ സ്നേഹമൊക്കെ ഉണ്ടാവും. അപ്പം അതിന് അവർക്ക് പ്രചോദനം കൊടുക്കണം. ഖുർആൻ അങ്ങനെ ഓതാൻ നമ്മളതിന് പ്രചോദനം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാവണം, മുതലാളിയിൽ നിന്നുണ്ടാവണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഓതിയിട്ട് മനസ്സറിഞ്ഞ് കട തുറക്കുന്നതിന് മുൻപൊന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് കച്ചവടത്തിന് വേണ്ടി കട തുറക്കാൻ പോവാം. പതിയെ നമ്മുടെ കച്ചവടത്തിലെ ലാഭം കൂടി വരാൻ ഇതൊരു വലിയ കാരണമാകും. മനസ്സറിഞ്ഞ ദുആ, അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതോടുകൂടി വലിയ ലാഭത്തിലെത്തും. അള്ളാഹു ഹലാലായ സമ്പത്ത് കൊണ്ട് നമുക്ക് സന്തോഷം നൽകട്ടെ. വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.